ദൈവനാമത്തിൽ വന്ദനം. വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. കത്തോലിക്ക യാക്കോബ സഭകളിൽ നിരവധി വിശുദ്ധന്മാരുണ്ട്. അവരുടെ മധ്യസ്ഥതയിലൂടെ കാര്യങ്ങൾ സാധിക്കാൻ കഴിയും എന്നൊക്കെയാണ് ഈ സഭകൾ പഠിപ്പിക്കുന്നത്. ഇതിന് ദൈവവചനത്തിൽ ആധാരമുണ്ടോ എന്നാണ് നാം പരിശോധിക്കുന്നത്. അതിനു മുൻപായി വിശുദ്ധൻ എന്ന പദത്തെക്കുറിച്ച് നാം അല്പമായി അറിഞ്ഞിരിക്കണം. വിശുദ്ധൻ, പരിശുദ്ധൻ എന്നീ വാക്കുകൾ ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വിശുദ്ധൻ എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് ശുദ്ധീകരിക്കപ്പെട്ടവനെയാണ്. ഒരിക്കൽ അശുദ്ധനായിരുന്നു, എന്നാൽ അശുദ്ധിയൊക്കെ നീക്കി ശുദ്ധീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയെ നമുക്ക് വിശുദ്ധൻ എന്ന് വിളിക്കാം. ഒരു മനുഷ്യനെ വിശുദ്ധനാകുവാൻ കഴിയും, അവരിലെ അശുദ്ധി നീക്കിയാൽ മതി. എങ്ങനെയാണ് നാം നമ്മുടെ അശുദ്ധി നീക്കുന്നത്? അത് ദൈവവചനം തന്നെ പറയുന്നുണ്ട്. കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു. അങ്ങനെ കർത്താവായ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട, കർത്താവായ യേശുവിന്റെ രക്തത്തിലൂടെ പാപമോചനം പ്രാപിച്ച വ്യക്തിയെ വിശുദ്ധൻ എന്ന് വിളിക്കാം. പരിശുദ്ധൻ എന്ന വാക്ക് ഒരു മനുഷ്യനും യോജിക്കുന്നതല്ല. കാരണം ഏക പരിശുദ്ധനേ ഉള്ളൂ. അത് ത്രിയേക ദൈവമാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നിങ്ങനെയാണ് സാറാഫുകൾ ആർത്തത്. ഒരു മനുഷ്യനെയും നമുക്ക് പരിശുദ്ധൻ എന്ന് വിളിക്കുവാൻ സാധ്യമല്ല. കാരണം ഒരിക്കൽ പോലും കളങ്കം തീണ്ടിയിട്ടില്ലാത്ത വ്യക്തിയാണ് പരിശുദ്ധൻ. എന്നാൽ അശുദ്ധനായിരുന്ന വ്യക്തി അശുദ്ധിയെല്ലാം നീങ്ങിക്കഴിയുമ്പോൾ വിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നില്ല. അതുകൊണ്ട് വിശ്വാസികളെ വിശുദ്ധർ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. ഇത് എന്റെ അഭിപ്രായമല്ല, ദൈവവചനത്തിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. സംശയമുള്ളവർ പുതിയ നിയമത്തിൽ വിശുദ്ധൻ എന്ന വാക്ക് എവിടെയെല്ലാം വന്നിരിക്കുന്നു എന്ന് പരിശോധിക്കുക. അത് ആരെ കുറിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നും പരിശോധിക്കുക. അപ്പോൾ ഈ വസ്തുത മനസ്സിലാകുന്നതാണ്. ഭൂരിപക്ഷം ലേഖനങ്ങളുടെയും വിശേഷിച്ച് പൗലോസിന്റെ ലേഖനങ്ങളുടെ ആരംഭ ഭാഗം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. പൗലോസ് എഴുതുമ്പോൾ ഏത് ദേശത്തുള്ളവർക്ക് എഴുതിയാലും ആ ദേശത്തുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത് എന്നാണ് പറയുന്നത്. എന്താണ്, മരിച്ചുപോയ വ്യക്തിയെക്കുറിച്ചാണോ പറയുന്നത്? അല്ലെന്ന് അത് വായിച്ചാൽ മനസ്സിലാകും. അന്ന് ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്ന ആ സഭയിലെ അംഗങ്ങളെ ഉദ്ദേശിച്ചാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്. കൊരിന്ത് സഭയിലായാലും ഗലാത്യ സഭയിലായാലും എഫേസോസ് സഭയിലായാലും ഏത് സഭയിലായാലും ആ സഭയിലുള്ള വിശുദ്ധന്മാർക്കാണ് പൗലോസ് ലേഖനം എഴുതുന്നത്. അങ്ങനെ ദൈവസഭയിലെ വിശ്വാസികളെല്ലാം വിശുദ്ധരാണ്. അത് ദൈവവചനം വ്യക്തമായി പറയുന്ന കാര്യമാണ്. ശുദ്ധീകരിക്കപ്പെട്ട വ്യക്തി, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട വ്യക്തി, അത് മരിച്ചതിന് ശേഷമല്ല, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ വിശുദ്ധനാണ്. കത്തോലിക്ക സഭയിൽ വിശുദ്ധ കുർബാന കൊടുക്കുന്നതിന് മുമ്പായി പറയുന്നൊരു ഭാഗമുണ്ട്, വിശുദ്ധ കുർബാന വിശുദ്ധന്മാർക്കുള്ളതാകുന്നു എന്ന്. അപ്പോൾ അവരും അംഗീകരിക്കുന്നുണ്ട് വിശ്വാസികൾ വിശുദ്ധരാണ് എന്ന്. എന്നാൽ അവരുടെ സഭയില് കർത്താവായ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് വിശുദ്ധീകരണം പ്രാപിക്കാമെന്ന് അവർ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ആ പറയുന്ന വാക്ക് വലിയ അർത്ഥമില്ലാത്തതാണ് എന്ന് ഈ സന്ദർഭത്തിൽ നാം അറിഞ്ഞിരിക്കണം. വിശുദ്ധീകരണം എന്നത് ഈ ലോകത്ത് വെച്ച് തന്നെ സംഭവിക്കുന്നതാണ്. അതല്ലാതെ മരിച്ചു കുറച്ചു കാലം കഴിഞ്ഞ് വിശുദ്ധനായി തീരുകയല്ല ചെയ്യുന്നത്. ദൈവവചനത്തിൽ എല്ലാ വിശ്വാസികളെയും വിശുദ്ധരെന്ന് നിരവധി തവണ വിളിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിലല്ലാതെ വിശുദ്ധരെന്ന വാക്ക് ഉപയോഗിച്ചിട്ടുമില്ല. മരിച്ചതിന് ശേഷം വിശുദ്ധീകരണം പ്രാപിക്കുന്ന, മരിച്ചതിന് ശേഷം വിശുദ്ധനായി തീരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പ്രത്യക്ഷമായോ പരോക്ഷമായോ ദൈവവചനത്തിൽ പറയുന്നില്ല. പരിശുദ്ധൻ എന്ന വാക്ക് നാം കണ്ടുകഴിഞ്ഞതുപോലെ ദൈവത്തിന് മാത്രം യോജിക്കുന്നതാണ്. പക്ഷേ ആ വാക്ക് ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇന്ന് ഉപയോഗിക്കുന്നതായി കാണുന്നുണ്ട്. കാതോലിക്ക ബാബ, പാത്രിയാർക്കീസ് ബാബ, അതുപോലെ പോപ്പ് തുടങ്ങിയവരെയൊക്കെ സൂചിപ്പിക്കുവാൻ വേണ്ടി പരിശുദ്ധ എന്ന് ഉപയോഗിക്കാറുണ്ട്. പരിശുദ്ധ ബാവ, അതെങ്ങനെയാണാവോ അവരൊക്കെ പരിശുദ്ധരാകുന്നത്? അവർ സാധാരണ മനുഷ്യരാണ്. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടാൽ അവർക്ക് വിശുദ്ധരാകാം. വിശേഷിച്ച് ഒരു പരിശുദ്ധിയും അവർക്കുണ്ടാകാൻ സാധ്യമല്ല. കാരണം അവരൊക്കെയും ഒരിക്കൽ അശുദ്ധരായിരുന്നു എന്നത് തന്നെ. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടിട്ടില്ലെങ്കിൽ ഇപ്പോഴും അവർ അശുദ്ധരായി തന്നെ കഴിയുകയുമാണ്. അതുകൊണ്ട് പരിശുദ്ധൻ എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് 100% തെറ്റാണ്. രക്ഷിക്കപ്പെട്ട വിശ്വാസിയെക്കുറിച്ച് വിശുദ്ധൻ എന്ന വാക്ക് തീർച്ചയായും ഉപയോഗിക്കാം. മറ്റൊന്ന്, വിശുദ്ധൻ എന്ന വാക്കുകൊണ്ട് 100% പുണ്യാളൻ എന്നൊരർത്ഥം വരുന്നതേയില്ല. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് കഴിയുമ്പോൾ നാം വിശുദ്ധരാകും. വിശുദ്ധരായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ പാപമുണ്ട്. ഏത് വിശുദ്ധന്റെയും ഉള്ളിൽ പാപമുണ്ട്. എന്നാൽ
യേശുവിന്റെ രക്തത്താൽ അവൻ നീതീകരിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പാപമില്ലാത്തത് കൊണ്ടല്ല അവൻ വിശുദ്ധനായത്, മറിച്ച് അവന്റെ പാപം യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടതുകൊണ്ട്, യേശുവിന്റെ നീതിപ്രവൃത്തിയാൽ അവന്റെ പാപം മറയ്ക്കപ്പെട്ടതുകൊണ്ട് അങ്ങനെയാണ് വിശുദ്ധരാകുന്നത്. അല്ലാതെ വിശുദ്ധനെന്ന് പറഞ്ഞാൽ ഒരു തെറ്റും പറ്റാത്തവൻ, ഒരു തെറ്റും പറ്റുകയില്ലാത്തവൻ, ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തവൻ എന്നൊന്നും ദൈവവചനത്തിൽ അർത്ഥമില്ല. എന്നാൽ ദൈവവചനത്തിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കി ആ അർത്ഥം വെച്ചല്ല ഈ വിശുദ്ധ പദവി കൊടുക്കുന്നതും കത്തോലിക്ക യാക്കോബ സഭകളിലൊക്കെ വിശുദ്ധന്മാരെ വാഴിക്കുന്നതും. അത് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. ദീർഘമായ ഒരു നടപടിക്രമം തന്നെ അതിന് നിലവിലുണ്ട്. ഒരു വ്യക്തി മരിച്ച് ഉടനെ അങ്ങ് തുടങ്ങത്തില്ല, 5 വർഷമെങ്കിലും കഴിഞ്ഞാണ് സാധാരണ തുടങ്ങുക. എന്നാൽ മദർ തെരേസയുടെ കാര്യത്തിൽ അത് അല്പം ചുരുക്കുകയുണ്ടായി. അങ്ങനെ ചുരുക്കാനുള്ള അവകാശം മാർപ്പാപ്പായിക്കൊണ്ട് എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. അത് ശരിയോ തെറ്റോ ആകട്ടെ, ഈ കാണിച്ചു കൂട്ടുന്നത് ഒന്നും ദൈവവചനത്തിലുള്ളതല്ലല്ലോ. അതുകൊണ്ട് അതിന് ശരിയും തെറ്റുമൊന്നും നാം നോക്കേണ്ട കാര്യമില്ല. സാധാരണഗതിയിൽ ഒരു വ്യക്തി മരിച്ച് 5 വർഷം കഴിയുമ്പോഴാണ് നാമകരണത്തിനുള്ളതായ നടപടികൾ ആരംഭിക്കുക. ഒരു വ്യക്തിയിലൂടെ, അതായത് മരിച്ചുപോയ ഒരു വ്യക്തിയുടെ മധ്യസ്ഥതയാൽ ഏതെങ്കിലും ഒരു അത്ഭുതം നടന്നു എന്ന് തെളിയിച്ചാൽ ആ വ്യക്തിയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കും. അത്ഭുതമെന്ന് അവരുദ്ദേശിക്കുന്നത് വൈദ്യശാസ്ത്രം കൊണ്ട് വിശദീകരിക്കാനാവാത്ത ഒരു രോഗസൗഖ്യമോ ശാസ്ത്രം കൊണ്ട് വിശദീകരിക്കാനാവാത്ത മറ്റൊരു അത്ഭുതമോ ആണ്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് നടന്നു എന്ന് തെളിഞ്ഞാൽ ആരുടെ മധ്യസ്ഥതയിലാണോ ആ സംഭവം നടന്നത് ആ വ്യക്തിയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കും. പിന്നീട് ഒരത്ഭുതവും കൂടെ നടന്നതായി തെളിഞ്ഞാൽ വിശുദ്ധനായി പ്രഖ്യാപിക്കും. അങ്ങനെ മരിച്ചുപോയ ഒരു വ്യക്തിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന് മുൻപായി 2 അത്ഭുതങ്ങൾ ആ വ്യക്തിയുടെ മധ്യസ്ഥതയാൽ ലഭിച്ചിരിക്കണം എന്നാണ് നിയമം. എന്താണ് ഈ മധ്യസ്ഥത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മരിച്ചുപോയ ഏതെങ്കിലും വ്യക്തിയോടെ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ മദർ തെരേസയാണെങ്കിൽ, മദർ തെരേസയെ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, എനിക്ക് ഇന്ന രോഗമുണ്ടായിരിക്കുന്നു, ആ രോഗത്തിന്റെ പേരൊക്കെ പറയും, ഈ രോഗത്തിൽ നിന്നെ സൗഖ്യം തരണമേ. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ദിവസം തികച്ചും അത്ഭുതമായി ആ രോഗത്തിന് സൗഖ്യമുണ്ടായാൽ അത് മദർ തെരേസയുടെ മധ്യസ്ഥതയാൽ ഉണ്ടായ അത്ഭുതമായി കണക്കാക്കും. അങ്ങനെ ഒരു അത്ഭുതം നടന്നു എന്ന് തെളിയിച്ചാൽ മദർ തെരേസയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കും. ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണല്ലോ. വെസ്റ്റ് ബംഗാളിലുള്ളതായ ഒരു സ്ത്രീക്ക് മദർ തെരേസയുടെ മധ്യസ്ഥതയാൽ രോഗസൗഖ്യമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ആ അവകാശവാദം ശരിയല്ല എന്ന് ഡോക്ടർമാർ പറയുന്നു. ആ സ്ത്രീയുടെ ഭർത്താവ് വരെ പറയുന്നു. ആ സ്ത്രീക്ക് മദർ തെരേസയുടെ മധ്യസ്ഥതയാൽ അത്ഭുത രോഗശാന്തി ഉണ്ടായി എന്നാണ് കത്തോലിക്ക സഭ ഇപ്പോൾ ഔദ്യോഗികമായി വിശ്വസിക്കുന്നത്. അങ്ങനെ ആ സ്ത്രീക്കുണ്ടായ അത്ഭുത രോഗശാന്തി നിമിത്തം മദർ തെരേസയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. ഇനി മദർ തെരേസയുടെ മധ്യസ്ഥതയാൽ ലോകത്തെവിടെയെങ്കിലും ഒരത്ഭുതവും കൂടെ നടന്നാൽ മദർ തെരേസ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടും. ചിലരൊക്കെ മരിച്ചിട്ട് 3, 4, 10 നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞാണ് വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടുന്നത്. വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ട ചില വ്യക്തികൾ ജീവനോടെ ഉണ്ടായിരുന്നവരാണോ ജീവിച്ചിരുന്നവരാണോ എന്ന് പോലും തെളിവില്ല എന്നതാണ് മറ്റൊരു രസം. ലോകമെമ്പാടും സെന്റ് ജോർജ് ഗീവറീസ് എന്ന പേരിൽ അറിയപ്പെടുന്നതായ ആ പുണ്യാളൻ അദ്ദേഹം ജീവിച്ചിരുന്നതാണോ എന്ന് തന്നെ തെളിവില്ല. ജീവിച്ചിരുന്നതാണെങ്കിൽ ഒരു പുണ്യവാളൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്താവുന്നയാളാണോ എന്നതിനെ സംബന്ധിച്ചും തർക്കമുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല, അതല്ലല്ലോ നമ്മുടെ വിഷയം. ഏതായാലും ജീവിച്ചിരുന്നവരായി സങ്കല്പിക്കപ്പെടുന്നവരോ ഒക്കെയായ വ്യക്തികൾ വിശുദ്ധന്മാരായി വിശുദ്ധന്മാരുടെ പട്ടികയിൽ കയറിയിരിപ്പുണ്ട്. ഒരിക്കലും ജീവിച്ചിരുന്നിട്ട് പോലുമില്ലാത്തവരോട് പ്രാർത്ഥിച്ചു വരെ രോഗസൗഖ്യമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. 2 or 3 വയസ്സുള്ള കുട്ടിയാണ് കുര്യാക്കോസ് പുണ്യാളൻ. ആ കുട്ടിയോട് പ്രാർത്ഥിച്ചും രോഗസൗഖ്യമുണ്ടാകുന്നുണ്ട്. അങ്ങനെ വിഡ്ഢിത്തങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഈ വിഷയത്തിലുണ്ട്. അതിന്റെ ഒന്നും വിശദാംശങ്ങൾ ഈ ഒരു ക്ലാസിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താനാവില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി മരിച്ച് ആ വ്യക്തിയുടെ മധ്യസ്ഥതയാൽ ഒരത്ഭുതം നടക്കുമ്പോൾ വാഴ്ത്തപ്പെട്ടവനായും രണ്ടാമതൊരത്ഭുതം കൂടി നടന്നു കഴിയുമ്പോൾ വിശുദ്ധനായും പ്രഖ്യാപിക്കപ്പെടും. അങ്ങനെ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പേരിൽ സ്ഥാപനങ്ങൾ തുടങ്ങുകയോ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. സെന്റ് ആന്റണി, സെന്റ് മേരി, സെന്റ് അഗസ്റ്റിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആ രൂപത്തിലുള്ള വിശുദ്ധന്മാരാണ്. ഇവരുടെ മധ്യസ്ഥതയാൽ ഇന്നും അനേകർക്ക് രോഗസൗഖ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായി അവർ അവകാശപ്പെടുകയാണ്. നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തമായി അറിഞ്ഞുകൂടാ. ഏതായാലും ഇവർ ഇങ്ങനെ പറയുന്നു. ഇതിന് പിന്നിൽ മറ്റൊരു കാര്യമുണ്ട്.
കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് മരിച്ചു പോകുന്ന ഒരു വ്യക്തി താൽക്കാലികമായ ഒരു നരകത്തിലാണ് ആദ്യം എത്തിച്ചേരുന്നത്. അതിനെ ശുദ്ധീകരണ സ്ഥലം, ബെസ്പുർഖാന എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നവർ, ഏതെങ്കിലും കാര്യത്തിൽ പാപമോചനം പ്രാപിക്കുവാൻ ബാക്കിയുള്ളവർ, അങ്ങനെയുള്ളവർ ബെസ്പുർഖാനയിലെത്തും. അവിടെ കിടന്ന് വർഷങ്ങളോളം നരകയാതന അനുഭവിക്കും. ഭൂമിയിലുള്ളവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ അതല്ലെങ്കിൽ ഭൂമിയിലുള്ളവർ അവർക്ക് വേണ്ടി കുർബാന ചൊല്ലുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവരുടെ പാപത്തിന്റെ തോത് കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പാപം കുറഞ്ഞു ഒരു ദിവസം അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ഇതാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. എന്നാൽ വിശുദ്ധന്മാർക്ക് ഈ കുഴപ്പമൊന്നുമില്ല. അവർ വിശുദ്ധന്മാരായിരുന്നതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തൊന്നും പോകാതെ നേരെ സ്വർഗത്തിലേക്ക് ചെല്ലും. സ്വർഗത്തിൽ ചെന്ന ദൈവത്തിന്റെ കൂടെ അവരവിടെ ഇരിക്കുകയാണ്. ഭൂമിയിലിരിക്കുന്നവർ അവരോട് പറയും, ഞങ്ങൾക്ക് വേണ്ടി ഇന്ന കാര്യം കർത്താവിനോടൊന്ന് പറയണം, കർത്താവിന്റെ അടുത്തിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ഒന്ന് പറയണം എന്ന് പറയുമ്പോൾ ഇവർ ആ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കർത്താവിനോട് പറയും, കർത്താവേ, ഇന്നയാൾക്ക് ഇന്ന കാര്യം സാധിച്ചു കൊടുക്കണമേ. അങ്ങനെ അവരുടെ ശുപാർശ അനുസരിച്ച് കർത്താവ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇതൊക്കെയാണ് കത്തോലിക്ക സഭയും യാക്കോബ സഭകളും ഒക്കെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇതിനൊന്നും ദൈവവചനത്തിൽ ആധാരമില്ല എന്ന വസ്തുത നാം അറിഞ്ഞിരിക്കണം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. എവിടെയെങ്കിലും മരിച്ചുപോയ ഒരു വ്യക്തിയോട് ആരെങ്കിലും പ്രാർത്ഥിച്ചതായി കാണുവാൻ കഴിയുമോ? ഒരു സ്ഥലത്തും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതല്ല. മരിച്ചുപോയ എത്രയോ വ്യക്തികളുണ്ട്. വിശുദ്ധന്മാരായിരുന്ന അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് തുടങ്ങിയ ഗോത്രപിതാക്കന്മാർ, ദാവീദിനെ പോലുള്ളവർ, ഇയ്യോബിനെ പോലുള്ളവർ, ദാനിയേലിനെ പോലുള്ള ആൾക്കാർ, അവരൊക്കെ പഴയ നിയമത്തിൽ, അതുപോലെ പുതിയ നിയമത്തിൽ പത്രോസ്, പൗലോസ്, അതുപോലുള്ള ആൾക്കാർ, ഇവരിൽ ആരോടെങ്കിലും ഏതെങ്കിലും വ്യക്തി പ്രാർത്ഥിച്ചതായി നിങ്ങൾ കാണുന്നുണ്ടോ? ഉദാഹരണത്തിന് സ്റ്റേഫാനോസ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൊല്ലപ്പെട്ട രക്തസാക്ഷിയാണ്. കത്തോലിക്ക സഭയോടൊക്കെ വിശ്വാസമനുസരിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തെ വിശുദ്ധനാക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. സെന്റ് സ്റ്റീഫൻ എന്ന പേരിൽ അദ്ദേഹം ഇപ്പോൾ വിശുദ്ധനാണല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തെ വിശുദ്ധനാക്കുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അതുപോലെ യോഹന്നാന്റെ സഹോദരനായ യാക്കോബ് മരിച്ചിരുന്നു. അദ്ദേഹവും രക്തസാക്ഷിയായിട്ടാണ് മരിച്ചത്. അതിനൊക്കെ ശേഷം നിരവധി വർഷങ്ങളിലെ ചരിത്രം അപ്പോസ്തല പ്രവർത്തികളിലുണ്ട്. അതിനുശേഷമാണ് ലേഖനങ്ങളൊക്കെയും എഴുതപ്പെട്ടത്. ഇതിലേതെങ്കിലും ഒന്നിൽ സ്റ്റെഫാനോസിനോടോ യാക്കോബിനോടോ ആരെങ്കിലും പ്രാർത്ഥിച്ചതായി കാണുന്നുണ്ടോ? മരിച്ചുപോയ സ്റ്റെഫാനോസോ അല്ലെ മരിച്ചുപോയ യാക്കോബോ ദൈവത്തോട് മരിച്ചതിന് ശേഷം പ്രാർത്ഥിച്ച് ആർക്കെങ്കിലും വല്ല ഗുണവും ഉണ്ടാക്കിക്കൊടുത്തതായി ദൈവവചനത്തിൽ കാണുന്നുണ്ടോ? മരിച്ചുപോയ വ്യക്തിയോട് പ്രാർത്ഥിക്കാൻ പ്രത്യക്ഷമായോ പരോക്ഷമായോ ദൈവവചനത്തിൽ എവിടെയെങ്കിലും ഉപദേശം കാണുന്നുണ്ടോ? ഇതൊന്നും തന്നെ നിങ്ങൾ കാണുകയില്ല. കാരണം ഇത് ദൈവവചനത്തിന്റെ പരിധിക്ക് പുറത്തുള്ള കാര്യമാണ്. അതുകൊണ്ട് മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ ദൈവവചനത്തിൽ വ്യവസ്ഥയില്ല. മരിച്ച വ്യക്തി വിശുദ്ധനായാലും അശുദ്ധനായാലും ആ വ്യക്തിക്ക് നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ കഴിയുന്നതല്ല. അശുദ്ധനായ വ്യക്തി അധമപാതാളത്തിൽ യാതന അനുഭവിക്കുകയാണ്. ആ വ്യക്തിക്ക് അത് കേൾക്കാൻ സാധിക്കയില്ല. വിശുദ്ധനായ വ്യക്തി കർത്താവിനോടുകൂടി വിശ്രമിക്കുകയാണ്. കോടാനുകോടി പ്രകാശ വർഷം അകലെയാണ് അവർ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഇരുന്ന് നാം എന്തൊക്കെ പ്രാർത്ഥിച്ചാലും അവർക്കത് കേൾക്കുവാൻ കഴിയുന്നതല്ല. കാരണം മരിക്കുന്നതോടെ നാം ആരും തന്നെ സർവ്വവ്യാപികളാകുന്നില്ല. അപ്പോസ്തലനായ പത്രോസ് ആയാലും പൗലോസ് ആയാലും യാക്കോബായാലും യോഹന്നാനായാലും മരിച്ചു കഴിയുന്നതോടെ സർവ്വവ്യാപിയാകുവാൻ കഴിയുന്നതല്ല. അതൊരു മനുഷ്യാത്മാവ് മാത്രമാണ്. അത് ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. ഭൂമിയിലിരുന്ന് നാം പ്രാർത്ഥിക്കുന്നത് അവർക്ക് കേൾക്കാൻ പാടില്ലാത്തതിന്റെ കാരണം അവർ ഭൂമിയിലില്ല എന്നത് തന്നെ. ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന കേൾക്കാം. കാരണം ദൈവം സർവ്വവ്യാപിയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം. ആ ദൈവം സർവ്വവ്യാപിയാണ്. നാം എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന കേൾക്കുവാൻ കഴിയും. എന്നാൽ വിശുദ്ധനായാലും അശുദ്ധനായാലും മരിച്ചതുകൊണ്ട് മാത്രം ആ വ്യക്തി സർവ്വവ്യാപിയാകുന്നില്ല. മരിക്കുന്നതോടെ വിശുദ്ധനോ അശുദ്ധനോ ദൈവത്തിനുള്ള ഗുണഗണങ്ങൾ ഉണ്ടാകുന്നില്ല. അങ്ങനെ സർവ്വവ്യാപിത്വം, സർവജ്ഞത തുടങ്ങിയതായ ഗുണങ്ങൾ അത് ദൈവത്തിന് മാത്രമുള്ളതാണ്. മരിച്ചുപോയ ഒരു വ്യക്തിക്കും സിദ്ധിക്കുന്നതല്ല. അതുകൊണ്ട് മറിയത്തോടോ ഗീവറീസിനോടോ സ്റ്റെഫാനോസിനോടോ അതല്ലെങ്കിൽ സെന്റ് ആന്റണിയോടോ ഇവിടെ ഇരുന്നുകൊണ്ട് നാം പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഇത് ആന്റണിക്ക് കേൾക്കാൻ പറ്റില്ല. ആന്റണി വിശുദ്ധനോ അശുദ്ധനോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. വിശുദ്ധനാണെന്ന് വാദത്തിനു വേണ്ടി അംഗീകരിച്ചാൽ പോലും പ്രശ്നം തീരുന്നില്ല. കാരണം നാം ഈ പറയുന്നത് ആന്റണി കേൾക്കുന്നില്ല. കേട്ടാൽ തന്നെ ദൈവത്തോട് പറയാൻ കഴിയുമോ എന്നത് രണ്ടാമത്തെ കാര്യം.
പറയാൻ കഴിയുമെന്ന് ഒരു വാദത്തിനു വേണ്ടി വെറുതെ സമ്മതിച്ചാലും കേൾക്കാത്ത കാര്യം പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന അർത്ഥശൂന്യമാണ്. ദൈവവചനത്തിൽ അതിനെ അടിസ്ഥാനം കാണുന്നില്ല. എന്നാൽ ഇതേപ്പറ്റി പറയുമ്പോൾ പലരും പറയാറുണ്ട്, ധനവാന്റെയും ലാസറിന്റെയും കഥയിൽ ധനവാൻ തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടോ? തമ്മിൽ ബന്ധമില്ലാത്ത ഒരു കാര്യമാണ് ഈ പറയുന്നത്. എങ്കിലും അതിന് വിശദീകരണം പറയാം. ഒന്ന്, ധനവാൻ ഭൂമിയിലിരുന്നതായ തന്റെ സഹോദരന്മാർ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുന്നത് കേട്ടല്ല പറയുന്നത്. ഭൂമിയിലിരുന്ന് സഹോദരന്മാര് പ്രാർത്ഥിക്കുന്നത് ധനവാൻ കേട്ടു എന്ന് ദൈവവചനത്തിൽ പറയുന്നില്ല. മാത്രമല്ല, ധനവാൻ നരകത്തിലാണ് കിടക്കുന്നത് എന്ന് ഭൂമിയിലുള്ളവർ അറിഞ്ഞിരുന്നുമില്ല. ഭൂമിയിലുള്ളവർ ആരൊക്കെയാണെന്ന് പോലും ദൈവവചനത്തിൽ വിശദമായി പറയുന്നില്ല. സഹോദരന്മാര് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ സഹോദരന്മാർ ധനവാനോട് പ്രാർത്ഥിച്ചില്ല. പക്ഷെ ധനവാന് സഹോദര സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ധനവാൻ തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പറയുന്നത്, എന്റെ സഹോദരന്മാർ ഇവിടെ വരാതിരിക്കാൻ വേണ്ടി ഈ വസ്തുതയ്ക്ക് അവരോട് ചെന്ന് അറിയിക്കാൻ ലാസറിനെ അയക്കണമേ എന്ന്. അപ്പോൾ ഭൂമിയിലുള്ള ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടല്ല ധനവാൻ പ്രാർത്ഥിക്കുന്നത്. രണ്ട്, ധനവാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടല്ല, അബ്രഹാം പിതാവിനോടാണ്. ദൈവത്തെ ധനവാൻ കാണുന്നതേയില്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇവിടെ മരിച്ചുപോയ ധനവാൻ പ്രാർത്ഥിക്കുന്നത് കേട്ട് മരിച്ചുപോയ പുണ്യാളന്മാർ ഇതുപോലെ പ്രാർത്ഥിക്കും, നമുക്ക് ഫലമുണ്ടാകുമെന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്. പുണ്യാളനായാലും ധനവാനായാലും ദുഷ്ടനായാലും ഭൂമിയിലിരുന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നത് അവർക്ക് കേൾക്കുവാൻ സാധ്യമല്ല. കേട്ടാൽ തന്നെ അത് ദൈവത്തോട് പറഞ്ഞ് കാര്യം സാധിക്കുന്ന കാര്യവും ദൈവവചനത്തിലുള്ള കാര്യമല്ല. അതുകൊണ്ട് ധനവാൻ പ്രാർത്ഥിച്ചു എന്ന ന്യായം വെച്ചുകൊണ്ട് വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കാം, അതിന് ഫലമുണ്ടാകാം എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്. മറ്റൊന്ന്, പ്രവാചകനിലൂടെ ദൈവം പറയുന്നുണ്ട്, ഈ ജനത്തോട് ഞാൻ ക്ഷമിക്കയില്ല. ഇസ്രായേൽക്കാരുടെ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ്, ഈ ജനത്തോട് ഞാൻ ക്ഷമിക്കയില്ല. അബ്രഹാം, ഇസ്ഹാക്കും, യാക്കോബും, ഇയ്യോബും, ദാനിയേലും ഒക്കെ എന്റെ മുമ്പിൽ നിന്നാലും ഞാൻ ക്ഷമിക്കയില്ല. ഇതിന്റെ അർത്ഥമായി അവർ പറയുന്നത്, അബ്രഹാം, ഇസ്ഹാക്കും, ദാനിയേലും ഒക്കെ സ്വർഗത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഈ പ്രാവശ്യം അവർ പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല എന്നാണ് ദൈവം പറഞ്ഞത് എന്നാണ്. അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ദൈവം വിശുദ്ധന്മാരായ ആളുകളുടെ പ്രാർത്ഥന കേൾക്കും, മരിച്ചുപോയ വിശുദ്ധന്റെ അല്ല. ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാര് പ്രാർത്ഥിച്ചാൽ കേൾക്കും. അതിന് നല്ല ഉദാഹരണമാണ് അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചത്. സോദോമിനെ നശിപ്പിക്കാനായി ദൈവം പോകുകയാണ്. ആ സമയത്ത് സോദോമിന്റെ രക്ഷയ്ക്ക് വേണ്ടി അബ്രഹാം പ്രാർത്ഥിക്കുന്നു. അതിന്റെ കാരണം സോദോമിൽ ലോത്തും കുടുംബവുമുണ്ട്. അവരെ അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു. അത് ദൈവവചനത്തിലുള്ള വസ്തുതയാണ്. ജീവനോടെ ഇരുന്ന അബ്രഹാമാണ് പ്രാർത്ഥിച്ചത്. അബ്രഹാം മരിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചതായി ദൈവവചനത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് ദൈവം പറയുന്നു, അബ്രഹാമോ, ഇസ്ഹാക്കോ, യാക്കോബോ, ഇയ്യോബോ, ദാനിയേലോ അവരൊക്കെ പ്രാർത്ഥിച്ചാൽ പോലും ഞാൻ ഈ ജനത്തോട് ക്ഷമിക്കയില്ല എന്ന്. മരിച്ചുപോയിട്ട് സ്വർഗത്തിലിരുന്ന് അവർ പ്രാർത്ഥിക്കുന്ന കാര്യമല്ല. ഈ ജനത്തോട് ക്ഷമ കാണിക്കുവാൻ, ഈ ജനത്തോട് ദയ കാണിക്കുവാൻ അബ്രഹാമിനെ പോലെ ഇയ്യോബിനെ പോലെ നീതിമാന്മാരായ ആളുകൾ പ്രാർത്ഥിച്ചാൽ പോലും ഫലമുണ്ടാകില്ല എന്നേ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അബ്രഹാം പ്രാർത്ഥിച്ചപ്പോൾ സോദോമിനെ വിടിവിക്കാൻ ദൈവം തയ്യാറായി. പക്ഷെ അവിടെ വിശുദ്ധന്മാരില്ലാതെ പോയത് കൊണ്ട് വിടിവിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അതുപോലെയുള്ള വിശുദ്ധന്മാർ പ്രാർത്ഥിച്ചാൽ പോലും, സോദോമിനോട് ക്ഷമിക്കാൻ തയ്യാറായെങ്കിൽ പോലും ഈ ജനത്തോട് ക്ഷമിക്കാൻ തയ്യാറാകയില്ല എന്നാണ് ദൈവാത്മാവ് പറയുന്നത്. അതല്ലാതെ മരിച്ചുപോയി അബ്രഹാം, ഇസ്ഹാക്കും ഒക്കെ സ്വർഗത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമെന്നും ആ കാര്യം കേട്ട് ദൈവം പ്രവർത്തിക്കുമെന്നും ഒന്നുമല്ല. തമ്മിൽ ബന്ധമില്ലാത്ത കാര്യങ്ങൾ കൂട്ടിയിണക്കി ദൈവവചനത്തിൽ അടിസ്ഥാനമില്ലാത്ത ഒരു ഉപദേശത്തിന് അടിസ്ഥാനം ഉണ്ടാക്കി കൊടുക്കാനാണ് ഈ പട്ടത്വ സഭകൾ ശ്രമിക്കുന്നത്. വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്ന നിരവധി ദുരാചാരങ്ങളിൽ ഒന്നാണ് തിരുശേഷിപ്പ്. ആദ്യകാലങ്ങളിൽ എനിക്ക് മനസ്സിലായില്ല എന്താണ് ഈ തിരുശേഷിപ്പെന്ന്. പിൽക്കാലത്ത് മനസ്സിലായി അതൊരു തരം ശവശേഷിപ്പാണെന്ന്. അതായത് മരിച്ചുപോയ വ്യക്തിയുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം, അത് മുടിയാകാം, അസ്ഥിയാകാം, തൊലിയാകാം, നഖമാകാം, അങ്ങനെ മരിച്ചുപോയ വ്യക്തിയുടെ എന്തെങ്കിലും ഒരു ശരീരഭാഗം. ഇനി ശരീരഭാഗം കിട്ടിയില്ലെങ്കിൽ അവർ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ ഏതെങ്കിലും ഒരു നൂലോ കഷണമോ, അവരുപയോഗിച്ചിരുന്ന വടിയോ, അല്ലെങ്കിൽ അവരുപയോഗിച്ചിരുന്ന എന്തെങ്കിലും വസ്തുവിന്റെ ഒരു കഷണം, അതിന്റെ പേരാണ് തിരുശേഷിപ്പ്. തിരുശേഷിപ്പും വലിയ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. കേരളത്തിലെ ചില പള്ളികളിലൊക്കെ കന്യാമറിയത്തിന്റെ വസ്ത്രത്തിന്റെ ഒരു നൂലോ ഒരു കഷണമോ എങ്ങാണ്ടൊക്കെ വെച്ചിട്ടുണ്ടെന്ന് കേട്ടു. അതുപോലെ ചില പള്ളികളിലൊക്കെ ചില വിശുദ്ധന്മാരുടെ അസ്ഥിയോ നഖമോ മുടിയോ എന്തൊക്കെയോ കൊണ്ട് വെച്ചിട്ടുണ്ട്, അതിനെ വണങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഈ മുടിയിരുന്ന് അത്ഭുതം പ്രവർത്തിക്കുകയാണ്. CV വടവനെ ഒരിക്കലൊരു പുസ്തകം എഴുതി. അതിന്റെ പേര് വിശുദ്ധ രോമമെന്നാണ്. പലർക്കും അത് കേൾക്കുമ്പോൾ എന്തോ കളിയാക്കിയതാണെന്നോ അത്ര നല്ല വാക്കല്ലെന്നോ ഒക്കെ തോന്നാം. പക്ഷേ സത്യം അതാണ്. വെറും രോമം കൊണ്ട് വെച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധന്റെ രോമമാകുമ്പോൾ അത് വിശുദ്ധ രോമമാണല്ലോ. അങ്ങനെ വിശുദ്ധ രോമം കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുന്നു. രോമം അത്ഭുതം പ്രവർത്തിക്കുന്നു. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് പൗലോസ് വിളിച്ചത് ഈ ക്രിസ്ത്യാനികളെ വിളിക്കാതിരിക്കുന്നത് എങ്ങനെ? ഏതെങ്കിലും മുടി കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുക, മുടി അത്ഭുതം പ്രവർത്തിക്കുക. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവരായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ ക്രൂശ് മരണത്തിലൂടെ യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ പുതുവഴി നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. ഇനിയൊരു വിശുദ്ധന്റെയും അദ്ദേഹത്തിന്റെ മുടിയുടെയും സഹായം കൂടാതെ കൃപാസനത്തോളം നേരഭേദം കൂടാതെ കടന്നു ചെല്ലുവാനുള്ള അവസരം ദൈവം ഒരുക്കിയിരിക്കെ അതൊന്നും കാണാതെ മുടിയുടെ പിന്നാലെ പോയി, നഖത്തിന്റെ പിന്നാലെ പോയി, തുണിക്കഷണത്തിന്റെയും നൂലിന്റെയും പിന്നാലെ പോയി ജീവിതം വ്യർത്ഥമാക്കുന്നവരെ, ബുദ്ധിയില്ലാത്തവരെ എന്നല്ലാതെ എന്താണ് വിളിക്കുക? ദൈവവചനം വ്യക്തമായി പഠിച്ചിരുന്നെങ്കിൽ ഈ മണ്ടത്തരത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നു. സത്യം അറിഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ദൈവത്തിന്റെ വചനമാണ് സത്യം. ഈ വിഡ്ഢിത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമേയുള്ളൂ. ദൈവവചനം നന്നായി പഠിക്കുക. വിശുദ്ധന്മാരുടെ ശവങ്ങൾ വെച്ച്, വിശുദ്ധന്മാരുടെ ശരീരഭാഗങ്ങളോ വസ്ത്രഭാഗങ്ങളോ അതൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് അതിലൂടെ രോഗസൗഖ്യമോ അത്ഭുതമോ വിടുതലോ പ്രാപിക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് ദൈവവചനത്തിന്റെ പുറത്തുള്ള കാര്യമാണ് എന്ന വസ്തുത നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതേപ്പറ്റി പറയുമ്പോൾ പലരും പറയും, എലീശായുടെ അസ്ഥിയിൽ തൊട്ടവൻ ജീവിച്ചില്ലേ, അപ്പോൾ വിശുദ്ധന്മാരുടെ അസ്ഥിക്ക് ഫലമുണ്ട്, ശക്തിയുണ്ട് എന്നൊക്കെയല്ലേ അതിന്റെ അർത്ഥം? നിങ്ങളൊരു കാര്യം ഓർക്കുക, ഏലിയാവിന്റെ ഇരട്ടി പങ്ക് ശക്തി പ്രാപിച്ചവൻ, ആത്മശക്തി, ദൈവശക്തി പ്രാപിച്ചവനായിരുന്നു എലീശ. അതുകൊണ്ടാണ് ഏലിയാവ് ചെയ്തതിന്റെ ഇരട്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ എലീശായിക്ക് കഴിഞ്ഞത്. സംശയമുള്ളവർ ദൈവവചനം പരിശോധിക്കുക. ഏലിയാവ് എത്ര അത്ഭുതങ്ങൾ ചെയ്തു എന്ന് നോക്കുക, എലീശ എത്ര അത്ഭുതങ്ങൾ ചെയ്തു എന്ന് നോക്കുക. ഏലിയാവ് ചെയ്തതിന്റെ ഇരട്ടി അത്ഭുതങ്ങളാണ് എലീശ ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എന്നാൽ എലീശ പ്രവർത്തിച്ച ഏറ്റവും അവസാനത്തെ അത്ഭുതം അതാണ് അസ്ഥിയിൽ തൊട്ടവൻ ജീവിച്ചത്. അത് നടന്നിരുന്നില്ല എങ്കിൽ ഇരട്ടിക്ക് ഒന്നിന്റെ കുറവുണ്ടാകുമായിരുന്നു. ദൈവം തന്റെ കരുണയാൽ അങ്ങനെയൊരു കാര്യം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എലീശായുടെ അസ്ഥിയിൽ തൊട്ടവരെല്ലാം ജീവിക്കുമെന്ന് ദൈവവചനത്തിൽ ഇല്ല. ആകെ ഒരാൾ ജീവിച്ച കാര്യമേ ഉള്ളൂ. അതിനുശേഷം ആരെയെങ്കിലും അവിടെ കൊണ്ടുപോയിട്ടതായോ തൊട്ടവരൊക്കെ ജീവിച്ചതായോ ദൈവവചനത്തിൽ ഇല്ല. എലീശായുടെ അസ്ഥിയിൽ തൊട്ടവരെല്ലാം ജീവിക്കുമായിരുന്നു എങ്കിൽ ആ ദേശത്ത് മരിക്കുന്നവരെയെല്ലാം ആ കുഴി കൊണ്ടുപോയിട്ടാ മതിയാകുമായിരുന്നു. ഒന്നൊന്നായി അവർ എഴുന്നേറ്റ് പോകും. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ആകെ ഒരിക്കൽ മാത്രം നടന്നതായ ഒരു സംഭവമാണ് എലീശായുടെ അസ്ഥിയിൽ തൊട്ടവൻ ജീവിച്ചത്. മറ്റേ വിശുദ്ധന്മാർ അനേകമുണ്ടായിരുന്നു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസഫ്, അതുപോലെ ദാവീദ്, ഗിയോബ്, അങ്ങനെ എത്രയോ ആളുകൾ. ഇവർക്കൊക്കെ അസ്ഥിയും ഉണ്ടായിരുന്നു. ഇവരുടെ ആരുടെയെങ്കിലും അസ്ഥിയിൽ തൊട്ട് മരിച്ചുപോയ ആരും ജീവിച്ചതായി നാം കാണുന്നില്ല. എലീശായുടെ കാര്യത്തിൽ മാത്രം ഒരു പ്രത്യേക സംഭവം ഒരിക്കൽ മാത്രമുണ്ടായ ഒരു സംഭവം, ഒരു എക്സെപ്ഷൻ, അത് റൂളാക്കിയെടുക്കാൻ പറ്റില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്, ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ഏതായാലും എലീശായുടെ അസ്ഥിയിൽ തൊട്ടവൻ ജീവിച്ചത് അത് ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. അതിവിടെ എടുക്കുവാൻ സാധ്യമല്ല. അതുപോലെ പത്രോസിന്റെയോ യോഹന്നാന്റെയോ ഒക്കെ നിഴൽ തട്ടിയവർ പോലും സൗഖ്യമായി. അത് കാണിച്ചും ചിലർ പറയാറുണ്ട് തിരിശേഷിപ്പിന് ശക്തിയുണ്ട് എന്ന്. മരിച്ചുപോയ വ്യക്തിയുടെ നിഴൽ തട്ടിയല്ല സൗഖ്യമുണ്ടായത്. ജീവനോടെ ഇരുന്ന പത്രോസ്, യോഹന്നാന് തുടങ്ങിയവരുടെയൊക്കെ നിഴൽ പോലും തട്ടിയപ്പോൾ സൗഖ്യമുണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമായ കാര്യമാണ്, അവർ മരിച്ചതിന് ശേഷം സംഭവിച്ച കാര്യമല്ല. അതുപോലെ തന്നെ പൗലോസിന്റെ ശരീരത്തിൽ നിന്ന് റൂമാലൊക്കെ എടുത്ത് ആരുടെയെങ്കിലും ദേഹത്ത് കൊണ്ടുപോയിട്ടാൽ സൗഖ്യം വരുമായിരുന്നു. അതും പൗലോസ് മരിച്ചതിന് ശേഷമുള്ള കാര്യമല്ല, ജീവനോടെ ഇരുന്നപ്പോൾ സംഭവിച്ച കാര്യമാണ്. പൗലോസിന്റെ റൂമാലോ മറ്റോ പൗലോസ് മരിച്ചതിന് ശേഷം ആരുടെയെങ്കിലും ദേഹത്ത് കൊണ്ടുപോയിട്ട് രോഗസൗഖ്യം ഉണ്ടാക്കിയതായി ദൈവവചനത്തിൽ കാണുന്നില്ല. മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ശരീരഭാഗങ്ങൾ, അതല്ലെങ്കിൽ വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ, അത് കൊണ്ടുപോയിട്ട് സൗഖ്യം പ്രാപിച്ചതായി പുതിയ നിയമത്തിൽ ഒരിടത്തും തന്നെ കാണുന്നില്ല. രക്തസാക്ഷിയായി മരിച്ച സ്തെഫാനോസ്, രക്തസാക്ഷിയായി മരിച്ച യാക്കോബ്, അവരുടെ ആരുടെയെങ്കിലും വസ്ത്രമോ അസ്ഥിയോ അതൊക്കെ ഉപയോഗിച്ച് ആരെങ്കിലും രോഗസൗഖ്യമോ അത്ഭുതമോ പ്രാപിച്ചതായും ദൈവവചനത്തിൽ കാണുന്നില്ല. ഈ ഉപദേശങ്ങളൊക്കെ ദൈവവചനത്തിന്റെ പരിധിക്ക് പുറത്തുള്ള കാര്യമാണ്. അതുകൊണ്ട് ശവശേഷിപ്പ് വെച്ച്
അത്ഭുതങ്ങൾ നേടുന്നത് അത് ദൈവവചനപ്രകാരമുള്ള കാര്യമല്ല, സൂക്ഷിക്കുക. അതുപോലെ പുണ്യവളന്മാരോടുള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് കാണുന്ന മറ്റൊരു വിഡ്ഢിത്തമാണ് ഉപകാരസ്മരണ എന്ന പരിപാടി. പ്രധാനപ്പെട്ട ദിനപത്രങ്ങളോ വീക്കിലികളോ ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം, ഉദ്ദിഷ്ട കാര്യം സാധിച്ചതിന് ഉപകാരസ്മരണ. എന്താണിത് എന്ന് എനിക്ക് ആദ്യകാലങ്ങളിൽ മനസ്സിലായില്ല. എന്നാൽ പലരോടും ചോദിച്ച് ഇതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. കാര്യം ഇതാണ്: ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു കാര്യം സാധിച്ചെടുക്കണം, ഒരു രോഗസൗഖ്യം, പരീക്ഷയിൽ ജയം, അല്ലെങ്കിൽ കുട്ടിയില്ലാത്ത ഒരാൾക്ക് കുട്ടിയുണ്ടാവുക, ജോലിയില്ലാത്തയാൾക്ക് ജോലി കിട്ടുക, അങ്ങനെ എന്തെങ്കിലും കാര്യമായിരിക്കും. ആ പുണ്യാളനോട് ഇങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഈ കാര്യം എങ്ങനെയെങ്കിലും അങ്ങ് സാധിക്കുന്നു. അപ്പോൾ പുണ്യാളന് സാധിപ്പിച്ചു തന്നതായി ഇവർ വിശ്വസിക്കുന്നു. അടുത്തതായി ചെയ്യേണ്ട കാര്യം ഉപകാരസ്മരണ കൊടുക്കുകയാണ്. അത് ഏതെങ്കിലും ഒരു പത്രത്തിൽ 5000-ഓ 10,000-ഓ പരസ്യക്കൂലി കൊടുത്ത് ഉദ്ദിഷ്ട കാര്യം സാധിച്ചതിന് ഉപകാരസ്മരണ എന്ന് പറഞ്ഞിട്ട് ആളുടെ പേര് കൊടുക്കും. ചിലർ പേര് കൊടുക്കാറില്ല, ഒരു വിശ്വാസി എന്നേ കൊടുത്തിട്ടുള്ളൂ. തലകുത്തി നിന്ന് ചിരിക്കേണ്ട കാര്യമാണിത്. എന്താണ് ഇതിൽ സംഭവിച്ചത്? നമുക്ക് വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കാം. പുണ്യാളിനോട് പ്രാർത്ഥിച്ചാൽ ഒരു ഫലവും ഉണ്ടാകില്ലെന്ന് വസ്തുത അംഗീകരിച്ചുകൊണ്ട് പറയട്ടെ, ചുമ്മാ തമാശന് വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് യൂദായോടാണ് പ്രാർത്ഥിച്ചതെന്ന് ഇരിക്കട്ടെ. അസാധ്യ കാര്യങ്ങൾ സാധിപ്പിക്കാൻ കഴിവുള്ളതായ ആളാണ് യൂദ. ആ വ്യക്തിയോട് ഒരാൾ ഒരു അസാധ്യ കാര്യം, പരീക്ഷയ്ക്ക് ജയിക്കുകയോ ജോലി കിട്ടുവോ, അതൊക്കെയായി അസാധ്യ കാര്യം എന്ന് പറയുന്നത്, അത് പ്രാർത്ഥിച്ചു. അവസാനം അസാധ്യ കാര്യം സാധിച്ചു. അപ്പോൾ ഇവരുടെ ചിന്ത അന്ന് തൊട്ട് യൂദ ഇരുന്നുകൊണ്ട് മനോരമ പത്രം നോക്കിക്കൊണ്ടിരിക്കുക, ഉപകാരസ്മരണ വരുന്നുണ്ടോ എന്ന്. കാശൊക്കെ കയ്യിലില്ലാഞ്ഞു കൊണ്ടോ മറന്നുപോയത് കൊണ്ടോ സമയം അല്പം താമസിച്ചു പോയി. അതുകൊണ്ട് 2 മാസം കഴിഞ്ഞ ഉപകാരസ്മരണ കൊടുക്കാനൊത്തത്. അപ്പോഴത്തേക്ക് ഇവർ വിചാരിക്കുന്നത് പുണ്യാളനാകെ കോപിച്ചിരിക്കുകയായിരിക്കും. രോഗസൗഖ്യമൊക്കെ കിട്ടിയിട്ട് ഇത്രയും കാലമായിട്ട് 5000-ഓ 10,000-ഓ കൊടുത്ത് ഒരു ഉപകാരസ്മരണ പോലും കൊടുക്കാന് ഇവന് തോന്നിയില്ലല്ലോ, ഇവന് വേണ്ടി ഉപകാരം ചെയ്തു കൊടുത്തതേ മഹാമോശമായി പോയി എന്നൊക്കെ കരുതി അങ്ങനെ പുണ്യാളം വിഷമിച്ച് കോപിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇവര് ഉപകാരസ്മരണ കൊടുക്കുമ്പം പറയും, ഉദ്ദിഷ്ട കാര്യം സാധിച്ചതിന് ഉപകാരസ്മരണ. എന്നിട്ട് അടിയിലൊരു കാര്യമുണ്ട്, താമസിച്ചതിന് ക്ഷമാപണം. ഒരു വിശ്വാസി പുണ്യാളൻ രാവിലെ പത്രം എടുത്ത് നോക്കിയപ്പോൾ ഇതാ കൊടുത്തിരിക്കുന്നു, ഉദ്ദിഷ്ട കാര്യം സാധിച്ചതിന് ഉപകാരസ്മരണ, താമസിച്ചതിന് ക്ഷമാപണമുണ്ട്. പുണ്യാളൻ അതോടെ അങ്ങ് ക്ഷമിച്ചു. പിന്നെ ആളാരാണ്? ഒരു വിശ്വാസി. പുണ്യാളൻ ആർക്കൊക്കെയാ ഉപകാരം ചെയ്തു കൊടുത്തതെന്നുള്ളത് അങ്ങനെ പുണ്യാളൻ ലിസ്റ്റൊക്കെ വെച്ചിരിക്കുകയാണ്. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാലും സർവജ്ഞനായ പുണ്യാളന് കാര്യമൊക്കെ അറിയാമല്ലോ. അങ്ങനെ പുണ്യാളൻ നോക്കിയപ്പോൾ ഈ ഒരു വിശ്വാസിയുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ചാക്കോച്ചനെ കണ്ടുപിടിച്ചു. തന്റെ ലിസ്റ്റിൽ നിന്നും ചാക്കോച്ചന്റെ പേര് വെട്ടി ഉപകാരസ്മരണ തന്നു കഴിഞ്ഞല്ലോ. ഇനി ബാക്കി ഉപകാരസ്മരണ പ്രസിദ്ധീകരിക്കാത്തവരെ നോക്കിയിരിക്കുകയാണ്. അവരെന്തെങ്കിലും ഉപകാരസ്മരണ പ്രസിദ്ധീകരിക്കുമ്പോൾ ഇത് വെട്ടിക്കളയും. പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ചെയ്തു കൊടുത്ത ഉപകാരം തിരിച്ചെടുക്കുമോ എന്നും സംശയമുണ്ട്. എന്തൊക്കെ വിഡ്ഢിത്തമാണിത്! മനോരമക്കാരൻ 5000-ഓ 10,000-ഓ രൂപ കൊടുത്തതുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ പുണ്യാളൻ എന്താണാവോ പ്രയോജനം? മാത്രമല്ല, താമസിച്ചു പോയാൽ പുണ്യാളൻ കോപിക്കുമോ? താമസിച്ചതിന് ക്ഷമാപണം. പുണ്യാളൻ കോപിച്ചു കളയും. കോപമടക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മരിച്ച് സ്വർഗത്തിലോ ചിലപ്പോൾ നരകത്തിലോ കിടക്കുന്നതായ ഈ വ്യക്തി കോട്ടയത്തു നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മനോരമ വായിക്കുമെന്നും അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഉപകാരസ്മരണ വായിച്ച് സായൂജ്യമടയുമെന്നുമൊക്കെ വിശ്വസിക്കാൻ തക്കവണ്ണം വിഡ്ഢികളായി പോയല്ലോ. നമ്മളെന്നോർത്ത് ദുഃഖിക്കേ നിവൃത്തിയുള്ളൂ. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ആ ബുദ്ധിയില്ലാത്ത ക്രിസ്ത്യാനികളെ, എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാണ് നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത്! ജീവനുള്ള ദൈവത്തിന്റെ വചനമായ ബൈബിള് നിങ്ങളുടെ എല്ലാം വീട്ടിലുണ്ടല്ലോ, അതൊന്ന് വായിച്ചു നോക്കൂ. ഈ പറയുന്നതിന് നിങ്ങൾക്ക് അടിസ്ഥാനം കണ്ടെത്തുവാൻ കഴിയുമോ? സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറഞ്ഞിരിക്കെ, അതിലെല്ലാം വ്യക്തമായി ഉണ്ടായിരിക്കെ ഇത്തരം വിഡ്ഢിത്തങ്ങളുടെ പിന്നാലെ പോയി ജീവിതം വ്യർത്ഥമാക്കാതിരിക്കുക. പുണ്യാളന്മാരുടെ ഇടയിൽ പലവിധത്തിലുള്ള സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടെന്നാണ് കേൾവി. വിശുദ്ധ രോമം എന്ന പുസ്തകത്തിൽ CV വടവന ഈ തരത്തിലുള്ള ചില സ്പെഷ്യലിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിലതിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പാമ്പിന്റെ ശല്യമുണ്ടെങ്കിൽ ഗീവറീസിനോട് പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം ഗീവറീസ് പണ്ടൊരു ഡ്രാഗനെ കൊന്ന പാർട്ടിയാണ്. ആ കുന്തം ഇപ്പോഴും ഗീവറീസിന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുന്തമല്ലൊരു വടിയെങ്കിലും കുറഞ്ഞ പക്ഷം കാണും. അപ്പോൾ പാമ്പ് വന്നാൽ തല്ലിക്കൊല്ലാൻ തക്കയാള് ഏതായാലും വടിയോ കുന്തമോ ഒക്കെ കയ്യിലുള്ള ഗീവറീസാണ്.
അതുകൊണ്ടായിരിക്കാം പാമ്പിന്റെ ശല്യമുണ്ടായാൽ ഗീവറീസിനോട് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ദേശത്ത് കോഴിക്കുഞ്ഞുങ്ങളെ അടവെച്ച് വിരിയിച്ചിറക്കുമ്പോൾ ഗീവറീസ് പുണ്യാളിന് കൊടുക്കാൻ വേണ്ടി ഒരു കോഴിയെ മാറ്റിവെക്കുമായിരുന്നു. 10 കോഴിക്കുഞ്ഞുണ്ട്, ഒന്നിനെ പോലും പരുന്നു കൊണ്ടുപോകാതിരുന്നാൽ അതില് ഒരെണ്ണം ഗീവറീസ് പുണ്യാളിന് കൊടുക്കാം എന്നാണ് നേർച്ച. ഒരു കോഴിക്കുഞ്ഞിനെ കിട്ടുന്ന കാര്യമാണല്ലോ എന്നോർത്ത് അന്നു മുതൽ ഗീവറീസ് പുണ്യാളൻ കുന്തവുമായിട്ട് കോഴിയുടെ പിറകെ നടപ്പാണ്. പരുന്തോ കീരിയോ ഒക്കെ വന്നാൽ തല്ലി ഓടിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു 8-10 മാസം നടന്നു കഴിയുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം വലിയ കോഴികളാകും. പിന്നെ പരുന്ത് പിടിക്കുകയോ അതുപോലെ കീരി പിടിക്കുകയോ ഒന്നും സംഭവിക്കത്തില്ല. പ്രായം എത്രയായാലും കുറുക്കം പിടിച്ചെന്ന് വരാം. ഏതായാലും ഒരു പ്രായമായി കഴിയുമ്പോൾ പുണ്യാളൻ തന്റെ ഡ്യൂട്ടി നന്നായി ചെയ്തു എന്ന് മനസ്സിലാക്കുന്ന വിശ്വാസി അതില് ഒരു കോഴിയെ പുണ്യാളന് കാഴ്ചവെക്കും. പുണ്യാളന് സന്തോഷം. കോഴിയെ പുണ്യാളൻ തിന്നുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും പുണ്യാളന് സന്തോഷം, വിശ്വാസിക്കും സന്തോഷം. ഇതിന്റെ പിന്നിലെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സ്വർഗത്തിലിരിക്കുന്ന പുണ്യാളൻ, അങ്ങനെ ഒരാൾ സ്വർഗത്തിൽ ഇരിപ്പുണ്ടെങ്കിൽ ആ പുണ്യാളന്റെ തൊഴില് കോഴിയെ നോട്ടമാണോ? കോഴിക്കുഞ്ഞുങ്ങളെ പരുന്തു കൊണ്ടുപോകാതെ നോക്കുന്ന പണി അദ്ദേഹത്തിന്റെ വകയാണോ? ഇതൊന്നും നാം ചിന്തിക്കാറില്ല. കോഴിയുടെ ചുമതല പുണ്യാളനെ ഏൽപ്പിക്കും. മൂക്കുവന്മാർ നല്ല മീൻ കിട്ടാൻ വേണ്ടി പുണ്യാളനോട് പ്രാർത്ഥിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതിനേതോ ഒരു പുണ്യാളനാണ് അതിന്റെ സ്പെഷ്യലിസ്റ്റ് എന്ന് ഞാൻ വായിക്കുകയുണ്ടായി. പേര് ഞാൻ മറന്നുപോയി. ഇനി പേര് ഓർമ്മയില്ലെങ്കിലും പ്രശ്നമില്ല. എന്റെ അഭിപ്രായത്തിൽ പത്രോസോ യോഹന്നാനോ ആന്ത്രയോസോ ഒക്കെ ആകുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം അവർക്കൊക്കെ മീൻ പിടിച്ച് നല്ല പരിചയമാണ്. നല്ല മീൻ കിട്ടാൻ വേണ്ടി ഇവരിൽ ആരോടെങ്കിലും പ്രാർത്ഥിക്കുകയാണ് നല്ലത്. ഏതായാലും അവർക്ക് മീൻ പിടിച്ച് പരിചയമുണ്ടല്ലോ. ഏതോ ഒരു പുണ്യാളനെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്നതായി പലപ്പോഴും പ്രതിമകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പുണ്യാളന്റെ പേരെനിക്ക് അത്ര നിശ്ചയം പോരാ. ഏതായാലും ആ പുണ്യാളനോട് പ്രാർത്ഥിക്കുന്നവർ ആ പുണ്യാളനെ അമ്പ ചെയ്ത് കൊന്നതായതുകൊണ്ട് അമ്പ് വെച്ച് പ്രാർത്ഥിക്കുന്നതായി കേട്ടിട്ടുണ്ട്. അമ്പേറ്റാണ് അദ്ദേഹം മരിച്ചത്. അതുകൊണ്ട് ഇവർ അദ്ദേഹത്തിന് അമ്പ് കാഴ്ചവെക്കുന്നു. അതിന്റെ ലോജിക്കും എനിക്ക് മനസ്സിലാകുന്നില്ല. അമ്പേറ്റ് മരിച്ചതായ പുണ്യാളനെ അമ്പ് കാഴ്ചവെക്കുന്നു. അദ്ദേഹം കുത്തേറ്റ് മരിച്ചിരുന്നെങ്കിൽ പിച്ചാത്തി കൊണ്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ ബോംബ് പൊട്ടിയാണ് മരിച്ചതെങ്കിൽ ഓരോ ബോംബ് കൊണ്ട് കൊടുക്കുമായിരുന്നു. എനിക്കറിഞ്ഞുകൂടാ ഇതിന്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണെന്ന്. ഇതും അർത്ഥശൂന്യമായ കാര്യമാണെന്നതിന് രണ്ടു പക്ഷമില്ല. അതുപോലെ കഴുന്നെഴുന്നള്ളിപ്പെന്ന് പറയുന്നത് ഈ അമ്പെഴുന്നള്ളിപ്പാണോ എന്ന് എനിക്ക് നിശ്ചയം പോരാ. അങ്ങനെ എന്തോ ഒരു കാര്യം നടക്കാറുണ്ട്. ചില പുണ്യാളന്മാർക്ക് നെയ്യപ്പം ഇഷ്ടമാണ്, ചിലർക്ക് വേറെ ചില പലഹാരങ്ങൾ ഇഷ്ടമാണ്. അങ്ങനെ മീൻ ഇഷ്ടമുള്ള പുണ്യാളന്മാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്താണോ ഇതിന്റെയൊക്കെ പിന്നിലുള്ളതെന്ന് അറിഞ്ഞുകൂടാ. പുണ്യാളം പറഞ്ഞായിരുന്നോ എനിക്ക് മീൻ വേണമെന്ന്? മീൻ കൊണ്ടുതന്ന അനുഗ്രഹം തരാമെന്ന് പറഞ്ഞിരുന്നു. എനിക്കറിഞ്ഞുകൂടാ. അത് നേരാണെന്നിരിക്കട്ടെ. എങ്കിൽ മരിച്ചു സ്വർഗത്തിലിരിക്കുന്നതായ പുണ്യാളന് ഭൂമിയിൽ കുറെ പേര് കുറെ മീൻ എടുത്തോണ്ട് വെച്ചാൽ എന്തു ഗുണമാണെന്ന് അറിഞ്ഞുകൂടാ. ദൂതന്മാര് വഴി ഈ മീൻ സ്വർഗത്തിലെത്തിച്ച് കറി വെച്ച് കൂട്ടുമെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? ഇനിയും കൈക്കൂലിയായി മീൻ വാങ്ങിച്ച് ദൈവത്തിന്റെ അടുത്ത് ശുപാർശയുമായി പുണ്യാളം ചെന്നാൽ വല്ല കാര്യം സാധിക്കുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നാം ചിന്തിക്കാറില്ല. പട്ടത്ത് സഭകൾ പഠിപ്പിച്ചു, ചോദ്യം ചെയ്യാതെ അത് വിശ്വസിക്കുന്നു. ദൈവവചനമായ ബൈബിളിൽ എന്തു പറയുന്നു അതേപ്പറ്റി നാം ചിന്തിക്കാറില്ല. ഇതൊന്നും നമുക്ക് വലിയ പ്രശ്നമല്ല. ഈ പുണ്യാളന്മാരുടെ പേരിൽ പെരുന്നാളുകൾ നടത്താറുണ്ട്. എല്ലാ പെരുന്നാളുകളും ഒരർത്ഥത്തിൽ ഇങ്ങനെയാണെന്ന് തന്നെ പറയാം. വിശുദ്ധ ഗീവറീസ് പുണ്യാളന്റെ പെരുന്നാള്, അല്ലെ കന്യാമറിയത്തിന്റെ പെരുന്നാള്, സെബസ്ത്യാനോസിന്റെ പെരുന്നാള്, അന്തോനീസിന്റെ പെരുന്നാള്, അല്ലെ തിരുനാള് എന്നൊക്കെയാണ് അതിന് പറയുന്നത്. എന്തർത്ഥത്തിലാണ് അത് നടത്തുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ആ പുണ്യാളന്റെ പേരുള്ള തിരുനാള്, ആ തിരുനാളിന് പുണ്യാളന്റെ പ്രതിമയും എഴുന്നള്ളിച്ച് നടക്കും. നഗരി കാണിക്കാനാന്നും പറഞ്ഞ് പുണ്യാളന്റെ പ്രതിമ എഴുന്നള്ളിച്ച് ആ പട്ടണത്തിലൂടെയെല്ലാം നടക്കും. എന്തൊക്കെയോ അനുഗ്രഹം പട്ടണത്തിനുണ്ടായി എന്നും ചുമന്നുകൊണ്ട് നടക്കുന്ന വിശ്വാസികൾക്ക് എന്തോ അനുഗ്രഹമുണ്ടായി എന്നും ഒക്കെയാണ് വിശ്വാസം. ദൈവവചനത്തിൽ എവിടെയാണ് അടിസ്ഥാനമെന്ന് ചോദിക്കേണ്ടതില്ല. കാരണം ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് ദൈവവചനത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ പറയുന്നില്ല. അതുകൊണ്ട് പള്ളികളിൽ നടക്കുന്ന ഈ പെരുന്നാളുകൾ ഒന്നിനും തന്നെ ദൈവവചനത്തിൽ അടിസ്ഥാനമില്ല. പുതിയ നിയമസഭയ്ക്ക് വിശേഷിച്ചൊരു പെരുന്നാളേ ഇല്ല. പഴയ നിയമത്തിലുണ്ടായിരുന്നു. അത് പെസഹ പെരുന്നാള്, പെന്തക്കോസ്ത് പെരുന്നാള്, കൂടാര പെരുന്നാള് തുടങ്ങിയവയായിരുന്നു. ഇതൊന്നും തന്നെ പുതിയ നിയമവിശ്വാസിക്കുള്ളതല്ല. അതുകൊണ്ട് പുതിയ നിയമത്തിൽ പെരുന്നാളുകളൊന്നും ഒരു പരിപാടി തന്നെ ഇല്ല. ഇതോടുള്ള ബന്ധത്തിൽ വിഗ്രഹാരാധനയെക്കുറിച്ചും ചിലത് പറയേണ്ടിയിരിക്കുന്നു. വിഗ്രഹം ഉണ്ടാക്കരുത്, അവയെ ആരാധിക്കരുത് എന്ന് ദൈവവചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. 10 കൽപ്പനകളിൽ ഒന്ന് തന്നെ അതാണ്. കത്തോലിക്ക സഭ 10 കൽപ്പന പഠിപ്പിക്കും. 10 കൽപ്പന എന്ന് പറയുന്നത് ഏത് കത്തോലിക്കനും ആദ്യകാലത്ത് തന്നെ പഠിക്കേണ്ട കാര്യമാണ് താനും. പക്ഷേ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന 10 കൽപ്പനയും
ദൈവവചനത്തിലുള്ള 10 കൽപ്പനയും ഒന്നല്ല. ദൈവവചനത്തിലുള്ള 10 കൽപ്പന ഏതാണ് എന്നറിയാൻ ആഗ്രഹമുള്ളവർ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായവും ആവർത്തന പുസ്തകം 5-ാം അധ്യായവും നോക്കുക. അവിടെ ദൈവവചനത്തിലുള്ള 10 കൽപ്പന കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചു വായിക്കുക. ഈ 10 കൽപ്പനകൾ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന 10 കൽപ്പനകളുമായി കമ്പയർ ചെയ്യുക. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്, ഒന്നാമത്തെ കൽപ്പന ശരി തന്നെ. രണ്ടാമത്തെ കൽപ്പനയായി കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കരുത്. മൂന്നാമത്തെ കൽപ്പന കടമുള്ള ദിവസങ്ങൾ ആചരിക്കണം. അങ്ങനെ പോയി 10ാമത്തെ കൽപ്പനയായിട്ട് പറയുമ്പോൾ അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യനുള്ള സ്വത്തുക്കൾ ഒന്നും തന്നെ മോഹിക്കരുത് എന്നിങ്ങനെ 2 എണ്ണം ഉണ്ടാക്കും. എന്നാൽ ദൈവവചനത്തിൽ പറയുന്നത് അങ്ങനെയല്ല. ഒന്നാമത്തെ കൽപ്പന അന്യദൈവങ്ങൾ ഉണ്ടാകരുത് എന്നത് തന്നെയാണ്. എന്നാൽ 2ാമത്തെ കൽപ്പന മീതെ സ്വർഗത്തിലെങ്കിലോ കീഴെ ഭൂമിയിലെങ്കിലോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമയുണ്ടാക്കുകയോ അവയെ നമസ്കരിക്കുകയോ അരുത് എന്നാണ്. സംശയമുള്ളവർ കത്തോലിക്കർ പ്രസിദ്ധീകരിച്ച ബൈബിൾ നോക്കിക്കൊള്ളുക. ആവർത്തന പുസ്തകം 5-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം എന്നിവയെടുത്ത് കത്തോലിക്ക ബൈബിൾ, POC ബൈബിൾ നിങ്ങൾ നോക്കിക്കൊള്ളുക. അതിൽ ഇങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. മീതെ സ്വർഗത്തിലായാലും കീഴെ ഭൂമിയിലായാലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലായാലും ഉള്ളതായി യാതൊന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കരുത് എന്ന് തന്നെയാണ് കത്തോലിക്ക ബൈബിളിലുള്ളത്. പക്ഷേ കത്തോലിക്ക ബൈബിളിൽ അങ്ങനെയുണ്ടെങ്കിൽ പോലും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന 10 കൽപ്പനയിൽ ഈ കൽപ്പനയില്ല. അപ്പോ 9 എണ്ണമല്ലേ ഉണ്ടാകൂ, 10 എണ്ണം ഉണ്ടാകയില്ലല്ലോ. അവരതിനൊരു തന്ത്രം കണ്ടുപിടിച്ചു. 10ാമത്തെ കൽപ്പനയാണ് അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യനുള്ള യാതൊന്നും മോഹിക്കരുത് എന്ന്. അത് ദൈവവചനത്തിൽ 10ാമത്തെ കൽപ്പനയാണ്. അത് 2 കഷണമാക്കി. അന്യന്റെ ഭാര്യയെ മോഹിക്കരുതെന്ന് 9ാമത്തെ ഒരു കൽപ്പന, അന്യന്റെ സ്വത്തുക്കളൊന്നും മോഹിക്കരുതെന്ന് 10ാമത്തെ വേറൊരു കൽപ്പന. അങ്ങനെ ദൈവവചനത്തിലുള്ളതായ 10 കൽപ്പനകൾ അത് മാറ്റിമറിച്ചു. 2ാം കൽപ്പന എടുത്തു കളഞ്ഞു. 10ാം കൽപ്പന 2 കഷണമാക്കി 9ഉം 10ഉം തികച്ചു. അങ്ങനെ കത്തോലിക്ക സഭ കോടിക്കണക്കിന് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് 2ാം കൽപ്പന എടുത്തു മാറ്റി? കാരണം ഇത്രയേ ഉള്ളൂ. ഈ കൽപ്പന നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക്, സുബോധമുള്ള ഏത് വ്യക്തിക്കും കത്തോലിക്ക പള്ളികളിൽ നിറഞ്ഞു നിൽക്കുന്ന വിഗ്രഹങ്ങൾ കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് 2ാമതൊരു കൽപ്പനയുണ്ടെന്ന് പോലും പറയാതെ 3ാമത്തെ കൽപ്പന 2ാമത്തേതാക്കിയും 4ാമത്തെ കൽപ്പന 3ാമത്തേതാക്കിയും അങ്ങനെ 9 വരെ കൊണ്ടുചെന്നെത്തിച്ചത്. ഇത് ജനവഞ്ചനയല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താൻ അല്ലെങ്കിൽ പിന്നെ ആരാണ്? നിങ്ങൾ തന്നെ വിധിക്കുക. ദൈവത്തിന്റെ കൽപ്പന, ദൈവവചനത്തിലുള്ളതായ കാര്യങ്ങൾ അത് മാറ്റിമറിക്കുവാൻ ഇവർക്ക് അധികാരം കൊടുത്തത് ആരാണ്? 10 കൽപ്പന എന്ന് പറയുന്നത് പഴയ നിയമത്തിലുള്ള കാര്യമാണ്. 10 കൽപ്പനയിൽ 4ാമത്തെ കൽപ്പനയായ ശബദം ഒഴികെ ബാക്കി 9ഉം ഇന്ന് നിലനിൽക്കുന്നു ആത്മീയ അർത്ഥത്തിൽ. അതേപ്പറ്റി നമ്മൾ 2ാമത്തെ CD-യിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് വിഗ്രഹാരാധനയെ സംബന്ധിക്കുന്ന കൽപ്പന ഇന്ന് അല്പം കൂടെ കഠിനമായി നിലനിൽക്കുന്നു എന്ന് നാം അറിഞ്ഞിരിക്കണം. പഴയ നിയമത്തിൽ 10 കൽപ്പനയുടെ ഭാഗമായതുകൊണ്ട് 10 കൽപ്പന നീക്കപ്പെട്ടപ്പോൾ വിഗ്രഹാരാധനയെ സംബന്ധിക്കുന്ന നിയമവും നീക്കപ്പെട്ടു എന്നാരും ധരിക്കരുത്. വസ്തുത അങ്ങനെയല്ല. കാരണം 10 കൽപ്പനകളിൽ ശബദിനെ സംബന്ധിക്കുന്ന കൽപ്പന ഒഴികെയുള്ളതെല്ലാം കൂടുതൽ ശക്തമായി പുതിയ നിയമത്തിൽ ഇന്നും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് വിഗ്രഹങ്ങളെ സംബന്ധിക്കുന്ന കൽപ്പന നാം അറിഞ്ഞിരിക്കണം, അത് നാം അനുസരിച്ചിരിക്കണം. വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലോ കീഴെ ഭൂമിയിലെങ്കിലോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമയുണ്ടാക്കരുത്, അവയെ നമസ്കരിക്കരുത്. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. പുണ്യാളന്മാരുടെ പ്രതിമ, യേശുക്രിസ്തുവിന്റേതെന്ന് പറയുന്ന പ്രതിമ, മറിയത്തിന്റേതെന്ന് പറയുന്ന പ്രതിമ, ഇതൊന്നും തന്നെ ഉണ്ടാക്കരുത്. പത്രോസിന്റെയും മറ്റു ചില പുണ്യാളന്മാരുടെയും ഒക്കെ പ്രതിമകളാണെന്നും പറഞ്ഞ് റോമിലും മറ്റുമുള്ള പ്രതിമകൾ ജാതീയ ദേവന്മാരുടെ പ്രതിമകളായിരുന്നു. ഹെർക്കുലീസിന്റെയും ജൂപ്പിറ്ററിന്റെയും സിയൂസിന്റെയും ഒക്കെ പ്രതിമകൾ എടുത്തു വെച്ചാണ് ഇന്ന് പത്രോസിന്റേതാണെന്നും പൗലോസിന്റേതാണെന്നും ഒക്കെ പറയുന്നത്. ഈ പ്രതിമകൾ പത്രോസിന്റെയോ പൗലോസിന്റെയോ ഒക്കെ ആണെങ്കിൽ 2000 വർഷത്തിലധികം പഴക്കം അവയ്ക്ക് ഉണ്ടാകുകയില്ല. എന്നാൽ പത്രോസിന്റെ പ്രതിമയെന്നും പൗലോസിന്റെ പ്രതിമയെന്നും ഒക്കെ പറയുന്ന പലതിനും 3000ഉം 3500ഉം വർഷം പഴക്കമുണ്ട്. എവിടെ നിന്നാണ് ഈ പഴക്കമുണ്ടായത്? കന്യാമറിയത്തിന്റെ പ്രതിമയാണെന്ന് പറയുന്ന പ്രതിമയ്ക്ക് 2000 വർഷത്തിലധികം പഴക്കമുണ്ടാകാൻ ന്യായമില്ല. പക്ഷേ ആ പ്രതിമകൾക്ക് 3000ഉം 3500ഉം വർഷം പഴക്കമുണ്ടായതിന്റെ കാരണം ഇതൊന്നും ഇവരുടെ പ്രതിമയല്ല. മാത്രമല്ല ആദിമ ക്രിസ്ത്യാനികൾ ആരുടെയും പ്രതിമയുണ്ടാക്കിയിരുന്നില്ല.
അവയെ വണങ്ങുകയോ നമസ്കരിക്കുകയോ ആരാധിക്കുകയോ ചെയ്തിരുന്നില്ല. വിഗ്രഹം ഉണ്ടാക്കരുത്, ഉണ്ടാക്കിയിട്ട് വേണമല്ലോ വണങ്ങാനും നമസ്കരിക്കാനുമൊക്കെ. കത്തോലിക്ക സഭ പറയും അവർ വിഗ്രഹാരാധികളല്ല, കാരണം വിഗ്രഹങ്ങളെ അവർ വണങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്താണ് വണങ്ങുക എന്ന് പറഞ്ഞാൽ? എന്താണ് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ? ഏതാണ് വണക്കം, ഏതാണ് ആരാധന? ദൈവവചനം പറയുന്നത് വിഗ്രഹം ഉണ്ടാക്കിക്കോ, വണങ്ങിക്കോ, എന്നാൽ ആരാധിക്കരുത് എന്നല്ല. 10 കൽപ്പനയിൽ 2ാമത്തെ കൽപ്പന ശ്രദ്ധിച്ചു പഠിക്കുക. മീതെ സ്വർഗത്തിലെങ്കിലോ കീഴെ ഭൂമിയിലെങ്കിലോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമയുണ്ടാക്കരുത്. ഉണ്ടാക്കിയിട്ട് വേണമല്ലോ നമസ്കരിക്കാൻ. ഈ തരം പ്രതിമയുണ്ടാക്കരുത് എന്നാണ് കൽപ്പന. ഉണ്ടാക്കിയിട്ട് വണങ്ങുകയോ നമസ്കരിക്കുകയോ ചെയ്യുന്നത് 2ാമത്തെ കാര്യമാണ്. അതുകൊണ്ട് ഉണ്ടാക്കുന്ന പരിപാടി തന്നെ നിർത്തേണ്ടതാണ്. പിന്നല്ലേ വണക്കവും നമസ്കാരമൊക്കെ. പിന്നെ വണക്കം എവിടെ അവസാനിക്കുന്നു, നമസ്കാരം അല്ലെങ്കിൽ ആരാധന എവിടെ ആരംഭിക്കുന്നു എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ്. ഏതായാലും ഇന്ന് ഈ വിഗ്രഹങ്ങളെ വെച്ച് കത്തോലിക്ക സഭയിൽ ആരാധിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ചില വിഗ്രഹങ്ങൾ ആണ്ടിലൊരിക്കൽ മാത്രമേ കാണിക്കൂ. ചില വിഗ്രഹങ്ങളെ ജനങ്ങൾ മുത്തുന്നു, ഉമ്മ കൊടുക്കുന്നു, ചിലർ തൊട്ടുവണങ്ങുന്നു. ഇത് ആരാധനയാണോ? ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുബോധമുള്ള ഏത് വ്യക്തിക്കും ഇത് ആരാധനയായി മാത്രമേ കണക്കാക്കാൻ കഴിയൂ. ആരാധനയല്ല വണക്കമാണെന്ന് സ്ഥാപിച്ചതുകൊണ്ടും ഫലമൊന്നുമില്ല. കാരണം വിഗ്രഹം ഉണ്ടാക്കാൻ വ്യവസ്ഥയില്ലാതിരിക്കെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് വണങ്ങുന്നേ ഉള്ളൂ എന്ന് പറയുന്നതിൽ കാര്യമില്ല. മാത്രമല്ല, ഈ വിഗ്രഹങ്ങളും ഫോട്ടോകളും ഒക്കെ ശ്രദ്ധിച്ചാൽ ചിരിക്കാനുള്ള വകയുണ്ട്. നാം ഏറ്റവും അധികം കാണുന്ന ഒരു പ്രതിമയാണ്, അല്ലെ പടമാണ് യേശു ക്രിസ്തുവിന്റേത്. അതിലെ മുൾമുടിയൊക്കെ ചൂടി യേശു അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ മുൾമുടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും യേശുവിന് നല്ല വസ്ത്രമൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് യേശുവിന്റെ ഹൃദയം അങ്ങനെ പുറത്തു വെച്ചിരിക്കുകയാണ്. ഹൃദയത്തിന്റെ മണ്ടയ്ക്ക് വേറൊരു കുരിശുമുണ്ട്. എവിടെ നിന്ന് കിട്ടിയെന്ന് അറിഞ്ഞുകൂടാ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹൃദയം പുറത്ത് ഫിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ ഹൃദയത്തിന്റെ മണ്ടയ്ക്ക് കുരിശുണ്ടായിരുന്നു. എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കർത്താവായ യേശുവിന് ഹൃദയം ഉണ്ടായിരുന്നു എന്നതൊരു സംശയമില്ല. മറ്റേത് മനുഷ്യന്റെ ഹൃദയവും പോലെ അത് അദ്ദേഹത്തിന്റെ നെഞ്ചിനുള്ളിലായിരുന്നു. വസ്ത്രത്തിന് പുറത്ത് മെഡല് കുത്തിയ മാതിരി കുഞ്ഞിച്ചേർത്ത് വെച്ചിരിക്കുകയല്ല. കർത്താവായ യേശുവിന്റെ ഹൃദയത്തിന്റെ മണ്ടയ്ക്ക് കുരിശുമില്ല. ഈ കുരിശെന്ന് പറയുന്ന പ്രസ്ഥാനം എന്താണെന്നുള്ളൂ പിന്നാലെ നമുക്കൊരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ മനസ്സിലാകും കർത്താവായ യേശു ക്രിസ്തുവുമായി ഇതിന് ബന്ധമില്ല എന്ന്. വന്നേ മറിയത്തിന്റെ പ്രതിമയുണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ മറിയത്തിന്റെ ചിത്രമുണ്ടാക്കുമ്പോഴും ഈ കുരിശ് കാണാം. അതുപോലെ തന്നെ ഹൃദയവും കാണാം. മറിയവും ഇങ്ങനെ ഹൃദയമൊക്കെ എടുത്ത് പുറത്ത് ഫിറ്റ് ചെയ്ത് അതിനെ മണ്ടയ്ക്കും കുരിശ് വെച്ച് അങ്ങനെ നിൽക്കുകയാണ്. മറിയത്തിന് ഹൃദയം എന്നാണ് പുറത്തായതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതിനെ മണ്ടയ്ക്ക് കുരിശുണ്ടായത് എപ്പോഴാണെന്നും അറിഞ്ഞുകൂടാ. ഇതൊക്കെ അർത്ഥശൂന്യമായ കാര്യമാണ്. മർത്തോമാ കുരിശെന്നും പറഞ്ഞൊരു കുരിശും ചിലപ്പം കാണാറുണ്ട്. ഒരു കുരിശ്, അതിന്റെ മണ്ടയ്ക്ക് ഒരു പ്രാവ് തലകുത്തി നിൽക്കുന്നു. ദൈവദിനത്തിൽ എവിടാണോ കുരിശിന്റെ മണ്ടയ്ക്ക് പ്രാവ് തലകുത്തി നിന്നതായി കാണുന്നത്? കർത്താവായ യേശുവിനെ ക്രൂശിച്ചു എന്ന് കാണുന്നുണ്ട്. അതല്ലാതെ ക്രൂശിന്റെ മണ്ടയ്ക്ക് പ്രാവ് തലകുത്തി നിന്ന കാര്യം ദൈവദിനത്തിൽ എങ്ങും തന്നെ പറയുന്നില്ല. ഇത് മർത്തോമാ കുരിശാണെന്നാണ് പറയുന്നത്. വല്ലാത്ത കുരിശ് എന്നേ പറയേണ്ടതുള്ളൂ. മർത്തോമാ കേരളത്തിൽ വന്നോ എന്നറിഞ്ഞുകൂടാ. ആ വിഷയത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നാം പഠിക്കുന്നുണ്ട്. മർത്തോമാ കേരളത്തിൽ വന്നു എന്നിരിക്കട്ടെ. വന്നാൽ പോലും ദൈവവചനത്തിലില്ലാത്ത കുരിശ്, വിശേഷിച്ച് ദൈവവചനത്തിലില്ലാത്ത ഈ വിധത്തിലുള്ള ഒരു പ്രതിമ, ഇതും കൊണ്ടാണ് അദ്ദേഹം വന്നതെന്നും ഇവിടെ ഇതാണ് പ്രചരിപ്പിച്ചതെന്നും പറയാൻ പറ്റില്ല. ഇതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചതെങ്കിൽ അദ്ദേഹം വിശ്വാസത്തിൽ നിന്ന് വീണുപോയിരുന്നു എന്നേ നമുക്ക് പറയാൻ പറ്റൂ. ദൈവവചനത്തിലുള്ളതിന് വിരുദ്ധമായി മർത്തോമാ പഠിപ്പിച്ചാൽ പോലും നമുക്കത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇത്തരം വിഡ്ഢിത്തങ്ങളുടെ പിന്നാലെ പോയി നിങ്ങളാരും ജീവിതം വ്യർത്ഥമാക്കരുതേ എന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. വാസ്തവത്തിൽ ഈ പുണ്യവാളന്മാരൊക്കെ ഒരുതരം കുട്ടി ദൈവങ്ങളാണ്, ഡെമി ഗോഡ്സ്. സംശയമുള്ളവർ ഈ പുണ്യാളന്മാരോടുള്ള പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുക. സാക്ഷാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പോലെയാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ അധികം സമയം പുണ്യാളനോട് പ്രാർത്ഥിച്ച് ചെലവഴിക്കും. ഈ പുണ്യാളനെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രീതിപ്പെടുത്തിയാൽ പുണ്യാളൻ കാര്യം സാധിച്ചു തരുമെന്നാണ് അവരുടെ വിശ്വാസം. മാത്രമല്ല, പുണ്യാളനോട് തമാശ എടുത്താൽ, പുണ്യാളനെ പരിഹസിച്ചാൽ, ബഹുമാനമില്ലാതെ പെരുമാറിയാൽ പുണ്യാളൻ കോപിക്കുമെന്നും ശിക്ഷിക്കുമെന്നുമാണ് അവരുടെ വിശ്വാസം. അദ്ദേഹം ഒരു ശരിയായ പുണ്യാളനായിരുന്നെങ്കിൽ കോപിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്ന പരിപാടിക്ക് പോകയില്ലായിരുന്നു. പക്ഷേ പുണ്യാളൻ ശിക്ഷിച്ചു കളയുമെന്നാണ് ജനങ്ങളുടെ വിശ്വാസം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശ്വസിക്കുന്നത്? ദൈവവചനത്തിൽ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഈ വിഡ്ഢിത്തങ്ങളൊക്കെ വിശ്വസിക്കേണ്ടതായി വരുന്നത്. ഇത്രത്തോളം പറയുമ്പോൾ പലർക്കും സംശയമുണ്ടാകാം. മരിച്ചുപോയ ഒരു വ്യക്തിയോട് പ്രാർത്ഥിച്ച് ഒരത്ഭുത
രോഗശാന്തി അല്ലെങ്കിൽ മറ്റൊരത്ഭുതം നടക്കുമ്പോഴല്ലേ ആ വ്യക്തിയെ വാഴ്ത്തപ്പെട്ടവനായി അല്ലെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നത്. മാത്രമല്ല രണ്ടാമത് ഒരത്ഭുതം കൂടെ നടന്നു കഴിയുമ്പോഴല്ലേ ആ വ്യക്തിയെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ അത്ഭുതം എങ്ങനെ നടക്കുന്നു? മാത്രമല്ല പുണ്യാളന്മാരോട് പ്രാർത്ഥിച്ച് നിരവധി അത്ഭുതങ്ങളൊക്കെ നടന്നതായി പലരും പറയുന്നുണ്ടല്ലോ, ദിവസവും ഉപകാരസ്മരണകൾ കാണുന്നുണ്ടല്ലോ. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഇതെങ്ങനെ സംഭവിക്കുന്നു? അതിൽ നല്ലൊരു പങ്ക് അത്ഭുതമേ അല്ല എന്നുള്ളതാണ് വസ്തുത. ഉദാഹരണമായി കുട്ടികളില്ലാത്ത ഒരു വ്യക്തി കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു, കുട്ടിയുണ്ടായി. അത് അത്ഭുതമായിക്കൊള്ളണമെന്നില്ല. കാരണം വിവിധ കാരണങ്ങളാൽ കുട്ടികൾ ഉണ്ടാകാതിരിക്കാം. കാലക്രമത്തിൽ കുട്ടി ഉണ്ടായി എന്നും വരാം. അത് പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും സംഭവിച്ചെന്ന് വരാം. നിരീശ്വരവാദിയുടെ വീട്ടിലും സംഭവിച്ചെന്ന് വരാം. അതുകൊണ്ട് കുറച്ചു കാലം കുട്ടികൾ ഉണ്ടാകാതിരുന്നതിന് ശേഷം കുട്ടിയുണ്ടായി എന്നത് വലിയൊരു അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു, ജോലി കിട്ടി എന്ന് പറയുന്നത് അത്ഭുതമല്ല. പ്രാർത്ഥിച്ചില്ലെങ്കിലും ജോലി കിട്ടും, പ്രാർത്ഥിച്ചാൽ കിട്ടാതിരുന്നെന്നും വരാം. അതുകൊണ്ട് ജോലി കിട്ടി എന്നത് അത്ഭുതമായി കണക്കാക്കേണ്ടതില്ല. വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു, വിവാഹം നടന്നു എന്നത് പറയുന്നത് അത്ഭുതമാകണമെന്നില്ല. അല്ലാതെ അത്ഭുതമായിട്ടല്ലാതെ വിവാഹം നടക്കാം. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, രോഗസൗഖ്യം കിട്ടിയതുകൊണ്ട് അത്ഭുതമുണ്ടായി എന്ന് പറയണമെന്നില്ല. കാരണം ചില രോഗങ്ങൾ സൗഖ്യമായെന്ന് വരാം. മാറാരോഗമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയതുപോലും പല കാരണങ്ങളാൽ മാറിയെന്ന് വരാം. അതുകൊണ്ട് രോഗം മാറിയതുകൊണ്ട് മാത്രം അത്ഭുതം നടന്നു എന്ന് വരുന്നില്ല. അത്ഭുതമല്ലെങ്കിൽ പോലും രോഗശാന്തി ഉണ്ടായി എന്ന് വരാം. അതുകൊണ്ട് രോഗശാന്തി ഉണ്ടായി അത് അത്ഭുതമാണ് എന്ന് വിധിക്കണമെന്നില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ പലരും പറയും ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായുമില്ല. അത്ഭുതം എന്ന് വിളിക്കാവുന്ന ചിലതൊക്കെ ഈ ലോകത്ത് സംഭവിക്കുന്നുണ്ട്. ദൈവത്താൽ ഉണ്ടാകാം, പിശാചിനാൽ ഉണ്ടാകാം. മോശ വഴി നിലത്തിട്ടപ്പോൾ അത് പാമ്പായി, മന്ത്രവാദികൾ വഴി നിലത്തിട്ടപ്പോൾ അതും പാമ്പായി. അതുകൊണ്ട് ദൈവത്താൽ അത്ഭുതങ്ങൾ നടക്കാം, സാത്താനാൽ അത്ഭുതങ്ങൾ നടക്കാം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിന്മീതെയും തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ എന്ന് സാത്താനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതേപ്പറ്റി മുൻപൊരു CD-യിൽ നാം പഠിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് പറയട്ടെ, അത്ഭുതം നടന്നു എന്നതുകൊണ്ട് മാത്രം അത്ഭുതം ദൈവികമാണെന്ന് വരുന്നില്ല. സാത്താൻ അത്ഭുതം പ്രവർത്തിക്കും. നാം ഒരു പുണ്യാളനോട് പ്രാർത്ഥിച്ചു, അല്ലെ പുണ്യാളനാകാൻ പോകുന്ന വ്യക്തിയോട് പ്രാർത്ഥിച്ചു, ഒരത്ഭുതം നടന്നെങ്കിൽ നമുക്കത് വിശ്വാസമായി തീരും. പുണ്യാളന് കഴിവുണ്ട് എന്ന് വരുന്നു. ആ അത്ഭുതങ്ങളെ കുറിച്ച് പത്രത്തിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ ജനങ്ങൾ അറിയുന്നു. അങ്ങനെ പുണ്യാളന്റെ ഗമ കൂടുന്നു, പുണ്യാളന്റെ വരുമാനം കൂടുന്നു. ഇതിലൂടെ സാത്താൻ സന്തോഷിക്കുകയാണ്. ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് മനുഷ്യൻ അടുക്കാതെ പുണ്യാളന് ചുറ്റും കറങ്ങി നടക്കാൻ ഇടയാക്കി തീർക്കുന്നു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഏവർക്കും അത് പ്രാപിക്കാവുന്നതുമാണ്. അങ്ങനെയിരിക്കെ കർത്താവായ യേശുവിന്റെ സമീപത്തെത്തി യേശുവിലൂടെ പാപമോചനം പ്രാപിച്ച് നിത്യരക്ഷ പ്രാപിക്കുന്നത് തടയാൻ സാത്താൻ ഒരുക്കുന്ന കെണിയാണ് ഈ പുണ്യവാളൻ പരിപാടി. ദൈവവചനം വ്യക്തമായി പറയുന്നു, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ നമുക്ക് വേണ്ടി ഒരു പുതുവഴി തുറന്നിരിക്കുകയാണ്. വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിച്ചിരുന്ന ആ തിരശ്ശീല യേശു മരിച്ചപ്പോൾ മേൽതൊട്ട് അടിവരെ രണ്ടായി ചീന്തിപ്പോയി. അതുകൊണ്ട് കൃപാസനത്തോളം നേരഭേദം കൂടാതെ ഏതു വിശ്വാസിക്കും അടുത്തു ചെല്ലുവാനായി ഒരു വഴി ദൈവം തുറന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വഴി ദൈവം തുറന്നിട്ടിരിക്കെ ആ വഴി കാണാതെ ജനത്തെ തടയുവാൻ വേണ്ടി സാത്താൻ ഒരുക്കിയ പണിയാണ് ഈ പുണ്യാളൻ പരിപാടി. സൂക്ഷിക്കുക. പുണ്യവാളന്മാരിലൂടെ അല്ല രക്ഷ, പുണ്യവാളന്മാരിലൂടെ അല്ല രോഗസൗഖ്യം, പുണ്യവാളന്മാരോട് പ്രാർത്ഥിച്ചല്ല കാര്യങ്ങൾ നേടേണ്ടത്. പിതാവായ ദൈവത്തോട് പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിച്ചാൽ ദൈവത്തിൽ നിന്ന് അത്ഭുതം പ്രാപിക്കുവാൻ കഴിയും. എന്നാൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ, യേശുവിലൂടെ പ്രാർത്ഥിക്കാതെ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാതെ പുണ്യവാളന്മാരോട് പ്രാർത്ഥിച്ചാലും അത്ഭുതം ഉണ്ടായെന്ന് വരാം. ആ അത്ഭുതം ദൈവത്തിൽ നിന്നല്ല, സാത്താനിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം. ദൈവവചനത്തിന്റെ പുറത്തുള്ള ഒരത്ഭുതവും ദൈവവചനത്തിന്റെ പരിധിക്കപ്പുറത്തുള്ളതായ ഒരടയാളവും ഒരു ശക്തിയും ദൈവികമല്ല. ദൈവവചനത്തിന്റെ പദ്ധതിക്കനുസൃതമായി ദൈവത്തെ സമീപിക്കുമ്പോൾ ദൈവത്തിൽ നിന്നും അത്ഭുതം പ്രാപിക്കുവാൻ കഴിയും. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. എന്നാൽ ദൈവവചനത്തിന്റെ പരിധിക്ക് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ദൈവഹിതപ്രകാരം അല്ലാതെ പ്രാർത്ഥിച്ചാൽ
അത്ഭുതമുണ്ടാകും. അങ്ങനെയുണ്ടാകുന്ന അത്ഭുതങ്ങൾ സാത്താന്യ അത്ഭുതങ്ങളാണ്. സാത്താനിൽ നിന്നുണ്ടാകുന്ന അത്ഭുതമാണ്. ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനായി സാത്താൻ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഭേദാഭേദങ്ങളെ നിങ്ങൾ വിവേചിച്ചറിയണം. കൃപാസനത്തോളം നേരഭേദം കൂടാതെ കടന്നു ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള അവകാശം ഓരോ വിശ്വാസിക്കുമുണ്ട്, ഓരോ മനുഷ്യനുമുണ്ട്. ആകയാൽ യേശു തുറന്നിരിക്കുന്ന ഈ പുതുവഴിയിലൂടെ യേശുവിന്റെ രക്തവുമായി, യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൃപാസനത്തോളം അടുത്ത് ചെല്ലുക. ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രാപിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവവുമായി നേരിൽ ബന്ധപ്പെടുക. അതിന് ജീവനോടെ ഇരിക്കുന്നവരോ മരിച്ചുപോയവരോ ആയ ഒരു പുണ്യാളന്റെയും ഒരു മനുഷ്യന്റെയും ആവശ്യമില്ല. ഏത് വ്യക്തിക്കും ദൈവത്തെ നേരിൽ സമീപിക്കാം. അതിന് പുരോഹിതന്മാർ വേണ്ട, മറ്റ് ദൈവദാസന്മാരുടെ പോലും സഹായം ആവശ്യമില്ല. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് ദൈവത്തെ സമീപിക്കുവാൻ മനുഷ്യനായി പിറന്ന ആർക്കും അവകാശമുണ്ട്. അതുകൊണ്ട് പുണ്യാളന്മാരുടെ പിന്നാലെ പോയി ജീവിതം വ്യർത്ഥമാക്കരുത് എന്നപേക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാടുവിട്ടു വീടുവിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമാം ശോധനയെ യാനം ചെയ്തോരാ കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ, ആ കൊട്ടാരം തന്നിൽ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്.